ഹേ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഓൾ. അങ്ങനെ വീണ്ടും ഒരു ഡെയിലി മോർണിംഗ് റൈഡ് വീഡിയോ കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മോർണിംഗ് റൈഡ് ഒരു 50 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഒരു മോർണിംഗ് റൈഡ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ, നമ്മുടെ പിറവമടുത്ത് ശൂലം വാട്ടർ ഫാൾസ് എന്ന് പറയുന്നത്. നമ്മുടെ അരീക്കൽ കൊച്ചരീക്കലിൻ്റെയൊക്കെ അടുത്തുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. അപ്പം ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് മോർണിംഗ് റൈഡായിട്ട് അങ്ങോട്ട് പോവുകയാണ്. സമയം രാവിലെ 6:15 നല്ല രീതിയിൽ വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ രാവിലെ മഴയില്ല കേട്ടോ, പക്ഷേ വെളുപ്പിനെ മഴ പെയ്തു. അതുകൊണ്ട് ദൂരെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ കോടയൊക്കെ കാണാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല രസട്ടോ, എരപ്പാങ്കുഴി എന്നാണ് പറയുന്നത്. എരപ്പാങ്കുഴി. അപ്പോൾ നമ്മളിപ്പോൾ ഓണക്കൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പിറവം ടച്ച് ചെയ്യുന്നില്ല, ടൗൺ ടച്ച് ചെയ്യാണ്ട് നേരെ ഓണക്കൂർ. അവിടുന്ന് നമ്മുടെ മൂവാറ്റുപുഴ റൂട്ടിൽ പോയിട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്ക് കൊച്ചരീക്കൽ ഗുഹയിലൊക്കെ ഒന്ന് പോകാം കേട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മൺസൂൺ അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ കൊച്ചരീക്കൽ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഓണക്കൂര് വന്ന് കയറി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് മൂവാറ്റുപുഴയ്ക്ക് കിടക്കുന്ന വഴിയാണേ. നമ്മുടെ കൂത്താട്ടുകുളം മൂവാറ്റുപുഴയൊക്കെ പോകുന്നത്. നമ്മുടെ അഭിഷേക് ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊടികുത്തിമല വീഡിയോയിൽ അഭിഷേക് ബ്രോ ഉണ്ട് കേട്ടോ. ബ്രോയുടെ വീഡിയോ ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മളൊരു ക്ലൈംബ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പിറമാടം വരെ അല്ലേ, നല്ലൊരു നൈസ് ക്ലൈമാണ്. നമ്മൾ തിരിച്ചി വഴിയാണോ വരുന്നത്? തിരിച്ചി വഴിയല്ല, അപ്പോൾ നമുക്ക് ഡൗൺ ഹിൽ കിട്ടില്ല. നൈസൊരു ക്ലൈം കേട്ടോ. ഇവിടെ ഒരു കോളേജുണ്ടല്ലോ, MGM പോളി കോളേജല്ലേ, പോളിടെക്നിക്. ഓക്കെ, അങ്ങനെ ക്ലൈംബ് കഴിഞ്ഞെന്ന് വിചാരിച്ചു, പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ശൂലമുകൾ. നീ സ്ഥലത്തിൻ്റെ പേര് ശ്രദ്ധിച്ചായിരുന്നോ? ശൂലമുകൾ. അങ്ങനെ ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ശൂലം വാട്ടർ ഫാൾസ് വന്നേ. അങ്ങനെ നമ്മളൊരു ചെറിയ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് കടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ റൈറ്റിങ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വരുന്ന വെള്ളമാണ്, കോൺക്രീറ്റ് വഴിയാണ് കേട്ടോ. ചെറിയ മണ്ണൊക്കെ ഉണ്ടേ. ഓ ചെളി കേട്ടോ. 2-3 ആഴ്ചയായി ഗൈസ് റോഡ് ബൈക്ക് ഓഫ് റോഡ് പോയിട്ട്. പക്ഷേ ഇതങ്ങനെ ഓഫ് റോഡൊന്നുമല്ല, നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത വഴി കേട്ടോ. ഇവിടെ വരെ ഉള്ള വഴി. ഇവിടുന്ന് നടക്കണോ? അപ്പോൾ ഈ മേലെ കാണുന്ന കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന വഴി. അപ്പോൾ അത് ഇതുപോലെ ചെറിയൊരു നടപ്പാത കാണാം. അതിലേക്ക് ഇറങ്ങി വന്നു. വണ്ടി ഇവിടെ കിടത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ സേഫായിട്ടൊന്നും നമുക്ക് ആ സ്ഥലമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇറക്കി വെച്ചു പോയേക്കാം. ഇതെല്ലാം അഭിഷേകിൻ്റെ സ്വന്തം ഏരിയ കേട്ടോ. നടന്നു മടുത്ത വഴികളാണ്. നമ്മൾ ഇന്ന് ക്ലീപ്സാണ് ഇട്ടേക്കുന്നത്. അപ്പം കുറച്ചൊന്ന് സൂക്ഷിച്ചിറങ്ങണം.
നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇത് ഒരുപാട് ഉയർത്തി ചാടുന്ന വെള്ളമല്ലല്ലോ. അല്ല പക്ഷെ അത് ഒഴുകി വരുന്നതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചാടുന്നില്ലല്ലോ മറ്റേ ഹൈറ്റ്. ഒഴുകി വരുന്നതല്ലേ. ഓക്കെ. അപ്പം ശൂലം വാട്ടർഫാൾ ഈ സ്ഥലത്തിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്താൽ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒരു പേരിൻ്റെ പുറകെ എന്തെങ്കിലും കാണുമെന്ന്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ശൂലം. എന്താണ് ഞാൻ പറഞ്ഞത്? ശൂലമുകളോ? വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ കേട്ടോ. ഇത് ഫുള്ള് പറമ്പാട്ടോ. കണ്ടിട്ട് പ്രൈവറ്റ് പോലെ ഉണ്ട്, കാരണം റബ്ബറും തെങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടാണ് വരുന്നത്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഷൂ ഒക്കെ ഊരിയിട്ട് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല, കാരണം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ആണെങ്കിൽ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കല്ലുകളൊക്കെ ഉണ്ട്, വലിയ തെന്നലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരാം കേട്ടോ. അങ്ങോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. കുറച്ച് സേഫായിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം ഇതാണ് നമ്മുടെ ശൂലം വാട്ടർഫാൾ. അവിടെ നിന്ന് മേളിൽ നിന്ന് ഒഴുകി വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സേഫായിട്ടൊക്കെ കുളിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് മേളിൽ നമ്മൾ വണ്ടി വെച്ച് അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്, അവിടെ നിന്ന് വരുന്ന വെള്ളമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ചെക്ക് ഡാമിൻ്റെ അവിടെയും കൂടെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം പറഞ്ഞ പോലെ മഴയായിട്ടുണ്ട്. നമ്മൾ ഈ മരത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് വലിയ എഫക്റ്റ് ഇല്ല. കയറി കഴിയുമ്പോഴത്തേനും നമുക്കിനി മഴ നനഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോന്നപ്പോഴാട്ടോ ശ്രദ്ധിച്ചേ, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചെടുത്തുന്നത് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെയൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പാറമടയും റൈറ്റ് സൈഡിൽ ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ തോട് ആ പാറമടയുടെ അപ്പുറേ കാണാം കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങാൻ തോന്നും കേട്ടോ, കുറച്ചൊരു കുളിക്കാനൊക്കെ ആയിട്ട്. ഇത് മീൻ വളർത്തുന്ന പാറമടയല്ലേ, മീനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെയാണ് വന്നത്. ഇതിലേ വന്ന് മെയിൻ റോഡ് കയറി ഇപ്പറേ സൈഡിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു വലിയ പാറമട. യൂഷ്വലി ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ അല്ലേ, ഇത് മറ്റേ കറുത്ത് കിടക്കും കേട്ടോ. അപ്പം ഇതൊരു പാറമട. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ചെറിയ തോട്. അപ്പം ഈ ഒരു തോടിന് കുറുകെയാണ് ഈ ഒരു ചെക്ക് ഡാം കിട്ടിയേക്കുന്നത്. അപ്പം ഇവിടുന്ന് വരുന്ന വെള്ളമാണ് നമ്മുടെ ശൂലം വാട്ടർഫാളിലേക്ക് പോകണേ കേട്ടോ. ഇത് കുറച്ച് റിസ്ക് ആട്ടോ ഇതിലൊക്കെ നടക്കാൻ, തെന്നി കിടക്കുന്നതുകൊണ്ടേ. ഇതുണ്ടോ? പാസ് ഉണ്ടോ കേട്ടോ? ഇത് എത്ര നാളായി ഇപ്പോൾ പാസ്സൊക്കെ വെച്ചിട്ട്? കഴിഞ്ഞ സെപ്റ്റംബറിൽ 1-ാം തീയതി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കൊച്ചിരിക്കലിൽ നിന്ന് തിരിച്ച് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയില്ല, കാരണം ഇപ്പോൾ പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പണ്ടൊക്കെ പാസ്സില്ലാണ്ട് വന്ന് വെള്ളത്തിലൊക്കെ ചാടി സ്ഥലം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങാൻ. കാരണം നമ്മളിന്ന് കുളത്തിലൊന്നും ചാടുന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ പാസ്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റിന് വേണ്ടി കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ പണ്ട് വന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ തിരിച്ച് ഇതൊരു ചെറിയ ഇറക്കം അല്ലേ. ഈ ഒരു ഇറക്കം കഴിഞ്ഞ് ഒരു കയറ്റവും കഴിഞ്ഞ് വീണ്ടും ഒരു ഡൗൺ ഹില്ലുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഡൗൺ ഹില്ലൊക്കെ അടിച്ചു പോയേക്കാം.
അങ്ങനെ ദേ 28 കിലോമീറ്ററിന് ശേഷം പാമ്പാക്കുടി എത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബേക്കറി ഉണ്ട്. ഇവിടെ നിന്ന് ചായയൊക്കെ കുഴിച്ചിട്ട് ഞങ്ങൾ 2 വഴിക്ക് പിരിയുവാണ്. അഭിഷേക് അങ്ങോട്ട് പോവും, ഞാൻ നമ്മുടെ പിറവം റൂട്ടിൽ പോകട്ടോ. അപ്പോൾ ബ്രോ അടുത്ത റൈഡിൽ കാണാം. ഓക്കെ ബൈ.